നമസ്കാരം. മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. 27കാരനായ ഇഗോർ ടുഡോറിന് ഒരു ഇലക്ട്രീഷ്യനാകണമെന്നായിരുന്നു ആഗ്രഹം. അതിനായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടയിലാണ് ഒക്ടോബർ 7 ഹമാസിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത്. ഇതോടെ കരുതൽ സേനയുടെ ഭാഗമായിരുന്ന ഇഗോറിനും ഇസ്രായേലിനു വേണ്ടി യുദ്ധത്തിൽ അണിചേരേണ്ടി വന്നു. എന്നാൽ അത് തൻ്റെ ജീവിതം ഇത്രത്തോളം മാറ്റിമറിക്കുമെന്ന് അയാൾ വിചാരിച്ചിരുന്നില്ല. 12 മണിക്കൂർ മാത്രമാണ് അയാൾ ഗസ മുനമ്പിലുണ്ടായിരുന്നത്. യുദ്ധ ടാങ്കറിനകത്ത് ഇരിക്കുന്നതിനിടയിൽ ഒരു മിസൈൽ പതിക്കുകയും കാലിന് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. പിന്നീട് ഇടുപ്പിന് താഴെ വലതുകാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു. യുദ്ധം തൻ്റെ ജീവിതത്തെ ഇത്രത്തോളം കീഴ്മേൽ മറിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല എന്ന് ആശുപത്രി കിടക്കയിലിരുന്ന് ഇഗോർ വിലപിക്കുന്നു. യുദ്ധത്തിൽ പരിക്കേറ്റ നിരവധി ഇസ്രായേൽ സൈനികരിൽ ഒരാൾ മാത്രമാണ് ഇഗോർ. പരിക്കേറ്റ സൈനികരുടെ ചികിത്സാ ചെലവുകളും അവരുടെ ജീവിതവും ഈ യുദ്ധത്തിന് ശേഷവും വലിയ ബാധ്യതയായി ഇസ്രായേലിന് മുമ്പിലുണ്ടാകും. ഇത്രയും അധികം പേർക്ക് പരിക്കേറ്റിട്ടും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ രാജ്യം ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് ഇവർക്കായി പ്രവർത്തിക്കുന്നവർ കുറ്റപ്പെടുത്തുന്നു. ഇത്രയും തീവ്രമായ അനുഭവം മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് നോൺ പ്രോഫിറ്റ് ഡിസേബിൾഡ് വെറ്ററൻസ് ഓർഗനൈസേഷന്റെ തലവൻ ഏദൻ ക്ലൈമാൻ പറയുന്നു. സംഘർഷങ്ങളിൽ പരിക്കേറ്റവർക്കായി പ്രവർത്തിക്കുന്നവരുടെ സംഘടനയാണിത്. ഹമാസുമായുള്ള യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികരുടെ പുനരധിവാസം ഉറപ്പാക്കണമെന്ന് 1990കളുടെ തുടക്കത്തിൽ ഗാസ മുൻപിൽ നടന്ന ആക്രമണത്തിൽ പരിക്കേറ്റ ക്ലൈമൻ പറഞ്ഞിരുന്നു. ഇസ്രായേൽ അധികൃതർ സാഹചര്യത്തിന്റെ തീവ്രത മനസ്സിലാക്കുന്നില്ല. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രൈസ് ഡിസോർഡർ ഉള്ളവരടക്കം പരിക്കേറ്റവരുടെ എണ്ണം 20,000-അടുത്തെത്തും. ഇവരെ പരിചരിക്കാനായി സംഘടനയുടെ അംഗസംഖ്യ 3 ഇരട്ടിയാക്കുമെന്ന് ക്ലൈമൻ കൂട്ടിച്ചേർത്തു. ഒക്ടോബർ 7 ശേഷം തങ്ങളുടെ 3000-ഓളം സുരക്ഷാ സൈനികർക്ക് പരിക്കേറ്റെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്ക്. 167 പേർ കൊല്ലപ്പെട്ടുവെന്നും ഇസ്രായേൽ പറയുന്നു. എന്നാൽ ഇതിന്റെ പല മടങ്ങാണ് പരിക്കേറ്റവരുടെയും കൊല്ലപ്പെട്ടവരുടെയും എണ്ണമെന്നാണ് ഹമാസ് വ്യക്തമാക്കുന്നത്. ഇസ്രായേലിൽ പുനരധിവസിപ്പിക്കേണ്ട സൈനികരുടെ എണ്ണം വലിയ പ്രത്യാഘാതമാണ് സൃഷ്ടിക്കുക. സാമ്പത്തികമായും സാമൂഹികമായും ഇത് പ്രശ്നങ്ങൾ തീർക്കും. ഇസ്രായേൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ യാഗിൽ ലബി പറയുന്നു. ഇസ്രായേലിന്റെ ഭൂരിഭാഗം പേർക്കും സൈനിക സേവനം നിർബന്ധമാണ്. അതിനാൽ തന്നെ പരിക്കേറ്റ സൈനികരുടെ ദുരവസ്ഥ രാജ്യത്ത് ഏറെ വൈകാരിക വിഷയമായി ഉയർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. യുദ്ധത്തിൽ മരിച്ച സൈനികർക്ക് വലിയ യാത്രയയപ്പാണ് നാട് നൽകുന്നത്. അവരുടെ പേരുകൾ വാർത്താ തലക്കെട്ടുകളിൽ നിറയുന്നു. കുടുംബങ്ങൾക്ക് സൈന്യം എല്ലാവിധ പിന്തുണയും നൽകുന്നു. എന്നാൽ പരിക്കേറ്റവരുടെ അവസ്ഥ ഇതല്ല. അവർ ജീവിതകാലം മുഴുവൻ ദുരിതം പേറി കഴിയേണ്ട ഗതികേടിലാണെന്ന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നു. പലരും ഏകാന്തവാസത്തിൽ അഭയം പ്രാപിക്കുന്നു. ഇത്രയുമധികം പേർ മരിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടും ഇസ്രായേൽ തങ്ങളുടെ യുദ്ധത്തോടുള്ള സമീപനം മാറ്റുന്നില്ല എന്നതാണ് ഏറെ ഖേദകരമെന്ന് ഇവർ പറയുന്നത്. ഇസ്രായേലിലെ ഏറ്റവും വലിയ ആശുപത്രിയായ ഷേബ മെഡിക്കൽ സെന്റർ യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികരെയും സാധാരണക്കാരെയും കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ആശുപത്രി ഈയിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സന്ദർശിച്ചിരുന്നു. നിങ്ങളാണ് യഥാർത്ഥ ധീരന്മാർ എന്നാണ് പരിക്കേറ്റ സൈനികരോട് അദ്ദേഹം പറഞ്ഞത്. അതേസമയം ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം പൂർണ്ണമായി അവസാനിപ്പിച്ചതിന് ശേഷമല്ലാതെ ബന്ദിമോചനം ഇല്ലെന്നും അതേക്കുറിച്ച് ചർച്ച നടന്നിട്ടില്ല എന്നും ഹമാസ് വ്യക്തമാക്കുന്നു. അൽ ജസീറയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. നേരത്തെ വീണ്ടും വെടിനിർത്തലിനു വേണ്ടി ചർച്ചകൾ നടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇസ്രായേൽ സന്നദ്ധത അറിയിച്ചെങ്കിലും യുദ്ധവിരാമമില്ലാതെ ബന്ദിമോചനം ഇല്ലെന്ന നിലപാട് ഹമാസ് ആവർത്തിക്കുകയാണ്. അതിനിടെ ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയുടെ അപ്രതീക്ഷിത ഈജിപ്റ്റ് സന്ദർശനവും ചർച്ചാ സാധ്യതയായി വിലയിരുത്തപ്പെട്ടിരുന്നു. ഇതിനിടെയാണ് ഹമാസ് നിലപാട് വ്യക്തമാക്കിയത്. അതിനിടെ US വീറ്റോ ഒഴിവാക്കുവാനുള്ള ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം UN സുരക്ഷാ കൗൺസിൽ വ്യാഴാഴ്ച ഗസ പ്രമേയത്തിൽ വോട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗസയിലെ കുടുംബങ്ങളുടെ പട്ടിണി പ്രതിസന്ധി അനുപാതം ആഗോളതലത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ഉയർന്നതാണെന്ന് UN പിന്തുണയുള്ള IPSൽ നിന്നുമുള്ള ഒരു റിപ്പോർട്ടിൽ പറയുന്നു. ഒക്ടോബർ 7 മുതൽ ഇസ്രായേൽ ആക്രമണത്തിൽ 20,000-ലേറെ പാലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗസയുടെ സർക്കാർ മാധ്യമ ഓഫീസ് അറിയിച്ചു. ഇസ്രായേലിനെതിരായ ഹമാസ് ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 1140-ആയി. അതേസമയം ഗസയിൽ നിന്ന് തിരികെ എത്തിയ ഇസ്രായേൽ സൈനികർ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയെണീറ്റ് സഹപ്രവർത്തകർക്ക് നേരെ വെടിവെച്ചു. വെടിവെപ്പിൽ യൂണിറ്റിലെ സൈനികർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ മാധ്യമമായ ചാനൽ 12 റിപ്പോർട്ട് ചെയ്തു. ബുധനാഴ്ചയായിരുന്നു സംഭവം. ദക്ഷിണ ഇസ്രായേലിലെ അഷ്കലോണിലെ സൈനിക പുനരധിവാസ കേന്ദ്രത്തിലാണ് സൈനിക കേന്ദ്രങ്ങളെ ഞെട്ടിച്ച വെടിവെപ്പ്. ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയെഴുന്നേറ്റ സൈനികൻ പ്രകോപനമൊന്നും കൂടാതെ വെടിയുതിർക്കുകയായിരുന്നു. ദുസ്വപ്നം കണ്ട് ഞെട്ടിയുണർന്നയാൾ വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സംഭവത്തിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടു. സൈനികന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതിന് ശേഷമേ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന് പ്രതിരോധ വക്താവ് അറിയിച്ചു. ഓരോ സൈനികരും ആവശ്യമായ ചികിത്സ ഉറപ്പുവരുത്തും. ഗസയിൽ നിന്ന് തിരിച്ചെത്തിയ സൈനികരുടെ റിഫ്രഷ് ക്യാമ്പിലാണ് സംഭവം. നിരവധി സൈനികർക്ക് ചെറിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്.
വ്യക്തിയുടെ സ്വകാര്യത മുൻനിർത്തി ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തുന്നില്ല എന്നും സൈനിക വക്താവ് പറഞ്ഞു. ഗസയിലെ അധിനിവേശത്തിൽ പങ്കെടുത്ത 18% സൈനികർക്കും മാനസികാരോഗ്യ പ്രശ്നങ്ങളും പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറും ഉള്ളതായി നേരത്തെ ഇസ്രായേൽ പത്രം ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. സൈനികരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പഠിച്ച ആരോഗ്യക്ഷേമ കമ്മീഷൻ റിപ്പോർട്ട് ഉദ്ധരിച്ചായിരുന്നു ഹാരറ്റ്സിന്റെ വാർത്ത. ഗസയിലെ ആക്രമണത്തിൽ 5000-ലേറെ ഇസ്രായേൽ സൈനികർക്കാണ് ഇതുവരെ പരിക്കേറ്റിട്ടുള്ളത്. ഇതിൽ 2000-ലേറെ പേർക്ക് അംഗവൈകല്യം സംഭവിച്ചതായി പ്രതിരോധ മന്ത്രാലയം വെളിപ്പെടുത്തിയിരുന്നു. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇസ്രായേൽ ഗവൺമെന്റ് പുറത്തുവിട്ടിട്ടില്ല. നന്ദി, നമസ്കാരം.